ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ വേൾഡ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ടൂർ പോയ വീഡിയോ ഇട്ടില്ലായിരുന്നു. ആ വീഡിയോയുടെ ബാക്കിയാണ്. ഞങ്ങൾ തൃശ്ശൂർ സുവോളജിക് പാർക്കിലാണ് എത്തിയിരിക്കുന്നത്. അവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. പിന്നെ ഇവിടെ ATM പോലത്തെ ഒരു കൗണ്ടറുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ക്യൂ നിൽക്കാതെ ഗൂഗിൾ പേ വഴി നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. പിന്നെ ടിക്കറ്റിൻ്റെ നിരക്കെല്ലാം ഇവിടെ നല്ല വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പേയ്മെൻറ്റ് ഡയറക്റ്റ് ചെയ്താൽ മതി. സ്കാൻ ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൗണ്ടറിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ, എല്ലാവരും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അകലത്തെ കാഴ്ചകൾ എന്താണെന്ന് നമ്മൾക്ക് കണ്ടറിയാം. എല്ലാവരും പുതിയ പാർക്കായതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. എന്താകുമെന്നറിയത്തില്ല. എന്തായാലും ഒത്തിരി തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവരെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, മുല്ലപ്പൂവൊക്കെ ചൂടി. പിന്നെ ഇതേ നമ്മുടെ ഒരാളിവിടെ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. ചെറുതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. മുതലയാണ്. കരയിലേക്ക് കയറി കിടക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും കാണാമായിരുന്നു. പക്ഷേ എന്ത് പറയാൻ, ആൾ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും കാണാൻ കഴിയില്ലെങ്കിലും കാണാൻ പറ്റി. പിന്നെ ചുള്ളൻ ഇരണ്ട എന്ന് പറയുന്ന പക്ഷിയാണ് കേട്ടോ. വളരെ വലിയ പക്ഷിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ആശാൻ ആളുകളെല്ലാം വന്ന് നോക്കുന്നുണ്ട്. ഫോട്ടോയൊക്കെ എടുക്കുന്നത് കണ്ടുകൊണ്ട് നല്ല പോസ്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. ചിറകുകളൊക്കെ വിടർത്തി ഒരാൾ പറന്നു വരുന്നുണ്ട് കേട്ടോ. അടിപൊളി. രണ്ടുപേരും അപ്പുറം ഇപ്പുറയായി. നല്ല രസമുണ്ട് കാണാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നു. വൻതത്ത എന്ന് എഴുതിയിട്ടുണ്ട്. വൻതത്ത എന്ന് പറഞ്ഞിട്ട് നമ്മൾ മയിലിനെ കണ്ടു. വൻതത്തേനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മയിൽ അതിലെല്ലാം നടക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ ചെല്ലുന്നത് മലയണ്ണാൻ ആണ് കേട്ടോ. മലയണ്ണാനെ നമ്മൾക്ക് കാണാം. നല്ല അടിപൊളിയായിട്ട് കൊമ്പിൽ കിടന്ന് ആളുകളൊക്കെ വരുന്നത് വീക്ഷിച്ച് നല്ല സ്റ്റൈലായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ആൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടായിരിക്കും, വിശ്രമിക്കുന്നതായിരിക്കാം. അടുത്തത് എന്താണ്, ഇവിടെയൊന്നും കാണാനില്ല. ഒരു കൊക്ക് പോലത്തെ എന്തോ സംഭവം. പക്ഷിയുടെ പേരെന്താണെന്ന് അറിയത്തില്ല. കന്യാസ്ത്രീ കൊക്കാണ് കേട്ടോ. കന്യാസ്ത്രീകളുടെ വേഷം മോഡൽ ആയതുകൊണ്ടായിരിക്കാം, അവരുടെ രൂപം അതുപോലെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേര് വന്നത്, കന്യാസ്ത്രീ കൊക്ക്. വളരെ വിസ്തൃതമായി കിടക്കുന്ന ഒരു പ്രദേശമാണ് കേട്ടോ ഈ പാർക്ക്. ധാരാളം മരങ്ങളുണ്ട്. അതുപോലെ തന്നെ നടക്കാൻ പറ്റിയ പാതകളുണ്ട്. പിന്നെ ചെടികളുണ്ട്. പുള്ളിമാനാണ് അടുത്തത്. പുള്ളിമാനെ കാണുവാനായിട്ട് നമുക്ക് നോക്കാം എവിടെയാണ്. അത് ഇതുപോലെ തന്നെ അവർ പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് കാണാനുള്ള സൗകര്യത്തിനും അതുപോലെ തന്നെ അവർക്ക് നല്ല സ്വാതന്ത്ര്യത്തോടെ നടക്കാനുമുള്ള ഇടം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. മുളകളെല്ലാം നട്ടുപിടിപ്പിച്ച് നല്ല പച്ചപ്പ് നിറഞ്ഞ് നല്ല രസമാണ് കാണാനായിട്ട്. കുടിക്കാനൊക്കെ ആയിട്ട് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി നടപ്പാതയാണ് കേട്ടോ. ഇതുപോലെ തന്നെ മുളയെല്ലാം നട്ടുപിടിപ്പിച്ച് നമുക്ക് വളരെ മനോഹരമായിട്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമുക്ക് ഇതിലെ നടക്കാം. നല്ല വെയിലത്ത് പണി കിട്ടും. നല്ല സായാഹ്നം ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. അടുത്ത നമ്മൾ കലമാനെ കാണാനാണ് കേട്ടോ. കലമാനെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാം. അവരും ഇതുപോലെ തന്നെ
നല്ല രസമാണ് കേട്ടോ അവരുടെ കൂട് ഒരുക്കിയിരിക്കുന്നത് കാണാനായിട്ട്. നല്ല ഭംഗിയായിട്ട് നല്ല വിസ്തൃതമായിട്ട് അവർക്ക് നടക്കാൻ കേട്ട് അടിപൊളിയാണ്. അടുത്തത് നമ്മുടെ കുരങ്ങൻ അടിപൊളിയാണ് കേട്ടോ. എല്ലാം പുള്ളിക്ക് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഉള്ളതെല്ലാം വാരി നോക്കുന്നുണ്ട് ഏതിലയാണ് നല്ലത്, കഴിക്കാൻ പറ്റിയതാണോ എന്നൊക്കെ. നമ്മുടെ കടുവക്കുട്ട വരുന്നുണ്ട്. വന സ്റ്റൈൽ നോക്കിക്കേ, അടിപൊളിയായിട്ടാണ് വരുന്നത്. ആള് നല്ല ഒരുമാതിരി വലിയ സൈസ് കടുവയാണ് കേട്ടോ. ഇന്നത്തെ ഈ സുവോളജി പാർക്ക് ശരിക്കും ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടത് വിയ്യൂർ പാർക്ക് എന്നാണ്. ഈ പാർക്ക് മുൻപ് വിയ്യൂറാണ് സ്ഥിതി ചെയ്തിരുന്നത്. അതുകൊണ്ടാവാം വിയ്യൂർ പാർക്ക് എന്ന പേര് വന്നത്. 1885 ഈ മൃഗശാല സ്ഥാപിതമായത്. അപ്പോൾ അവിടുത്തെ അന്തേവാസികളായിരുന്നത് പുള്ളിമാൻ, മ്ലാവ്, പുള്ളിപ്പുലി, കാട്ടുപന്നി, ചിലയിനം കുരുങ്ങൾ എന്നിവയായിരുന്നു. 1898 ഈ മൃഗശാല അടച്ചു പൂട്ടേണ്ടി വന്നു. കാരണം നഗരത്തിൽ നിന്ന് കുറച്ചു മാറി സ്ഥിതി ചെയ്തിരിക്കുന്നതിനാൽ സന്ദർശകരുടെ എണ്ണത്തിൽ കുറവ് വന്നു. അത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിച്ചു. ഇതുമൂലം ഇത് അടച്ച് അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെയെല്ലാം മദ്രാസിലെ പീപ്പിൾസ് പാർക്കിലേക്ക് മാറ്റി. അവിടെയാണ് പിന്നീട് വിയ്യൂർ സെൻട്രൽ ജയിൽ വന്നത്. പിന്നീട് 1912 തൃശ്ശൂർ ചെമ്പുകാവിൽ പുനരാരംഭിച്ച കൊച്ചിൻ സ്റ്റേറ്റ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് അവിടെ വളപ്പിൽ തന്നെ മൃഗശാല പുനഃസ്ഥാപിക്കാൻ തീരുമാനമാവുകയും ചെയ്തു. അങ്ങനെ 1914 ഔദ്യോഗികമായി വീണ്ടും പുതിയൊരു മൃഗശാല ചെമ്പുകാവിൽ തുറന്നു. ഇത് നഗരമധ്യത്തിൽ 13.5 ഏക്കർ സ്ഥലത്താണ് ഈ മൃഗശാല രൂപീകരിക്കപ്പെട്ടത്. ഇതിനൊപ്പം ആർട്ട് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ശതാബ്ദങ്ങളോളം പ്രവർത്തിക്കുകയുണ്ടായി. ഇവിടത്തേക്കുള്ള മൃഗങ്ങളെയെല്ലാം അന്നത്തെ കൊച്ചി രാജാവാണ് തൃപ്പൂണിത്തുറ കൊട്ടാരത്തിൽ നിന്നും സംഭാവന ചെയ്തത്. ഇതിൽ പുള്ളിമാനുകൾ, കാട്ടുപന്നികൾ, മ്ലാവുകൾ, മലയണ്ണാനുകൾ എന്നിവ ആദ്യം എത്തിക്കുകയും പിന്നീട് കടുവ, സിംഹങ്ങളെയും രാജവെമ്പാല ഇതിൻ്റെ ശേഖരമായി തീരുകയും ചെയ്തു. സ്ഥലപരിമിതി കാരണം 13.5 ഏക്കറിൽ ചെമ്പുകാവിൽ സ്ഥിതി ചെയ്യുന്ന മൃഗശാല മൃഗങ്ങൾക്ക് സ്വാതന്ത്ര്യമായി ജീവിക്കാൻ കഴിയില്ലെന്നും മൃഗങ്ങളെ ചെറിയ കൂട്ടിൽ അടച്ചിടുന്ന പഴയ രീതി മാറ്റി പുതിയ ഒരു പ്രോജക്റ്റ് രൂപീകരിച്ചു. ഇതിനായി തൃശ്ശൂർ നഗരത്തിന് പുറത്തുള്ള പുത്തൂരിൽ 336 ഏക്കർ വനഭൂമി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇങ്ങനെ ചെയ്യുമ്പോൾ മൃഗങ്ങൾക്ക് വനവാസ സാഹചര്യത്തിൽ തുറന്നുവിടുന്ന ഒരു അന്താരാഷ്ട്ര നിലവിലുള്ള പാർക്ക് സ്ഥാപിക്കാൻ കേരള സർക്കാർ തീരുമാനമായി. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് 2026 ഫെബ്രുവരി 28 ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല പൊതുജനങ്ങൾക്കായി ഔദ്യോഗികമായി തുറന്നു കൊടുത്തത്. ഇവിടെ പുതിയ പാർക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ മനോഹരമായി ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന ഒരു വനഭൂമിയിൽ വളരെ മനോഹരമായി സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ തുറസ്സായ വലിയ കിടങ്ങുകളും കാടുകളും നിർമ്മിച്ച് മൃഗങ്ങളെ പാർപ്പിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ ഇവയൊന്നും ഇല്ല കേട്ടോ. തുറസ്സായ വളരെ മനോഹരമായ വനഭൂമിയും കാടുകളും കിടങ്ങുകളും വളരെ മനോഹരമായിട്ടുണ്ട്. മൃഗങ്ങളും നമുക്ക് കാഴ്ചയ്ക്ക് ഇമ്പം പകരുന്ന മൃഗങ്ങൾ വളരെ കുറവാണ് കേട്ടോ. നീർക്കുതിരേനെ നമുക്ക് കാണാൻ കഴിഞ്ഞു. നീർക്കുതിര ഇവിടെ കിടക്കുന്നുണ്ട്. നീർക്കുതിരേനെയൊക്കെ വളരെ മനോഹരമായി കാണാൻ കഴിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഒത്തിരി കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ സുവോളജിക് പാർക്കിലേക്ക് വരുമ്പോൾ ഓർക്കുക, ശരിക്കും എല്ലാം ഉണ്ടെന്ന് അന്വേഷിച്ചിട്ട് മാത്രം ടിക്കറ്റ് എടുക്കുക. കാരണം ഞങ്ങൾ കയറി വളരെ വിഷമിച്ചു കേട്ടോ. ഒത്തിരി നടക്കാനുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളായിരുന്നു നമ്മളെ മലയാളികളെക്കാളും കൂടുതൽ പാർക്കിൽ. അവർ പറഞ്ഞു കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ വെയിൽ കൊണ്ട് നടക്കുകയാണെന്ന്. അത് നമുക്കൊരു കുറച്ചിലായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ കാണാനായിട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണല്ലോ അവരങ്ങനെ പറഞ്ഞത്. അപ്പോൾ എത്രയും പെട്ടെന്ന് കൂടുതൽ മൃഗങ്ങളെ കൊണ്ടുവരികയും വ്യത്യസ്തമാർന്ന പല ഇനം മൃഗങ്ങളെയും അതുപോലെ തന്നെ പക്ഷികളെയും എല്ലാം കൊണ്ടുവന്ന് ഈ പാർക്ക് വളരെ മനോഹരമാക്കാൻ അധികാരികൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെയുള്ള
ആളുകൾ വീണ്ടും കുറയുകയും വരുമാനം നിലയ്ക്കുകയും വീണ്ടും ഇതൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്യും. വളരെ മനോഹരമായി പാർക്കുകൾ സംരക്ഷിച്ചാലല്ലേ ആളുകൾ എല്ലാം അവിടെ കാണാനായിട്ട് എത്തുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നീണ്ടു നിവർന്ന ഏക്കർ കണക്കിന് കിടക്കുന്ന ഭൂമിയിൽ കൂടെ നമ്മൾ നടക്കുക മാത്രമേ പറ്റുള്ളൂ. ഒത്തിരി നടന്നു കഴിഞ്ഞപ്പോൾ വിഷമിച്ചു പോയി. കാരണം വെച്ചാൽ കാണാനൊന്നുമില്ല, കാടുകൾ മാത്രമല്ലേ ഉള്ളൂ, മൃഗങ്ങളോ അങ്ങനെയൊന്നുമില്ല. കാട്ടുപോത്തിനെയൊക്കെ കാണാനായിട്ട് ചെന്നിട്ട് അതിൻ്റെ പൊടി പോലും കണ്ടില്ല. വളരെ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. എല്ലായിടത്തും ഭൂരിഭാഗം സ്ഥലങ്ങൾ അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ ടിക്കറ്റിന് നമ്മൾ കൊടുത്ത പൈസ വേസ്റ്റായെന്ന് തന്നെ പറയാം. കാരണം കാണാനൊന്നുമില്ല, ജസ്റ്റ് പോയി വന്നു, ദേ പോയി എന്ന് പറഞ്ഞതുപോലെ ആയിട്ടോ. എന്തായാലും വരുന്നവർ എല്ലാം അന്വേഷിച്ച് മൃഗങ്ങളെല്ലാം കൊണ്ടുവന്ന് കാണാനൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കയറുക, അല്ലെങ്കിൽ നമ്മൾ വിഷമിച്ച് പോകുന്നതാണ്. കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ വരിക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ബലം. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം പാർക്കിൽ വരാനായിട്ട് കേട്ടോ. വളരെ മനോഹരമായ ഒരു പാർക്കാണ്. അതിനെ നല്ല രീതിയിൽ സംരക്ഷിച്ച് പൊതുജനങ്ങൾക്ക് നല്ല രീതിയിൽ തുറന്നു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അടച്ചിട്ട സ്ഥലങ്ങളിലെല്ലാം പുതിയതായിട്ട് മൃഗങ്ങളെല്ലാം കൊണ്ടുവന്ന് പാർപ്പിച്ച് ആളുകൾക്ക് ഇമ്പമാർന്ന രീതിയിൽ, കുട്ടികൾക്കൊക്കെ കൗതുകമായ രീതിയിലുള്ള ഒരു സാഹചര്യം കൂടെ ഒരുക്കി കൊടുക്കണമെന്ന് അധികാരികളോട് വിനീതമായി അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ KSRTC സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ബസ് കയറി താഴെ എത്താൻ കഴിയും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. ഫുള്ള് ചുറ്റി കറങ്ങുന്നില്ല, കാരണം കാണാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളും പോവുകയാണ്. ടാറ്റാ.